ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ നമ്മുടെ ജാനുവരി വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയതിന് ശേഷം മുതൽ തന്നെ നല്ല സ്ട്രോങ് റൂമേഴ്സും നടക്കില്ല എന്നൊന്നും അറിയില്ല, സ്ട്രോങ് റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ വഴി അറിയാൻ പറ്റിയത് അമോറിം ഗ്യൊക്കോറസിനെ അതായത് ഈ വിൻ്റർ ട്രാൻസ്ഫറിൽ തന്നെ വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ്. അതായത് പുള്ളിക്കാരന് സമ്മർ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഗ്യൊക്കോറസിനെ ടീമിലെത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. അത് എത്രത്തോളം സത്യമാണ് ഇതൊന്നും അറിയില്ല. ഒരു നമ്മൾ ആ ഒരു സ്ട്രോങ് റൂമേഴ്സ് എന്ന് പറയില്ല, ആ ഒരു സ്ട്രോങ് റൂമേഴ്സ് കണ്ടിട്ടുണ്ട്. അതായത് ഇതുവരെ അങ്ങനെ ഒരു സ്ട്രോങ് ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഞാൻ ടോട്ടലി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പേജുകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും എന്തായാലും നമ്മുടെ ഫാബ്രീസിയോ പറഞ്ഞതിനാലാണ് നമ്മളെല്ലാവരും ഹിയർ വി വന്നാലാണ് അറിയുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അമോറിം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു ദ സെയിൽസ് ഓഫ് ദ പ്ലെയർ. അതായത് ഏതെങ്കിലും പ്ലേയേഴ്സ് പോയാൽ മാത്രമേ, അത് നമുക്ക് ഓൾറെഡി അറിയാം, FFP റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും പോയാൽ മാത്രമേ നമുക്കൊരു സൈനിങ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അമോറിമിൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും പുള്ളിക്കാരന് ഗ്യൊക്കോറിസിനെ ഈ വിൻ്ററിൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളിയുടെ എനിക്ക് തോന്നുന്നത് ഗ്യൊക്കോറിസിന് പിന്നാലെ ആഴ്സണലും നല്ലവണ്ണം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം അവർക്കും ഒരു ഗോൾ സ്കോറിങ് സ്ട്രൈക്കറായിട്ട് ഒരാളെ നിർബന്ധമായിട്ടും അർട്ടേറ്റയ്ക്ക് വേണം. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കാം ഇപ്പം തന്നെ റിസ്ക് എടുക്കാതെ, അതായത് ഇപ്പോൾ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും ഏത് പ്ലെയർ ആയി കഴിഞ്ഞാലും നേരെ മറുകണ്ഠം ചാടുമെന്ന് പറയുന്നത് പോലെ അതുകൊണ്ടായിരിക്കണം. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ പോസ്റ്റ് കണ്ടത്, കുറേ പോസ്റ്റ് ഞാൻ കണ്ടു. ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് എനി റിസ്ക്, പുള്ളിക്കാരന് വിൻ്ററിൽ തന്നെ വേണം എന്നുള്ള പോലെയാണ് ഞാൻ കണ്ടത്. പിന്നെ ഒസീമേൻ്റെത് ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. ഞാൻ ഒസീമേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒസീമേൻ്റെ ന്യൂസുകൾ വീണ്ടും ഈ ഒരു 2-3 ദിവസം, ഇന്നലെയും ഇന്നും ആയിട്ടൊക്കെ വീണ്ടും അമോറിമിൻ്റെ അതായത് ആ ഒരു ട്രാൻസ്ഫർ ലിസ്റ്റിലേക്ക് ഒസീമേൻ്റെത് വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഒസീമേൻ്റെ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അബ്സല്യൂട്ട്ലി റിസിക്സിൻ്റെ സെയിൽ നടന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ സിർക്സിൻ്റെതും ഭയങ്കര ഹോട്ട് കേസായിട്ട് നെപ്പോളി വന്നിട്ടുണ്ട്. നെപ്പോളി ഭയങ്കരമായിട്ട് സിർക്സിയെ കോൻറ്റേക്ക് വേണമെന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ്. അപ്പോൾ അതിനി വരും ദിവസങ്ങളിലാണ് നമുക്കതിൻ്റെ ഫൈനൽ ഡിസിഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. ലോൺ ആയിരിക്കുമോ ഇല്ലെങ്കിൽ ബൈ ഓപ്ഷൻ ആയിരിക്കുമോ. പിന്നെ സിർക്സിയുടെ പിന്നാലെ നെപ്പോളി മാത്രമല്ല യുവൻറ്റസും ഉണ്ട്. യുവൻറ്റസിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കസമേറോൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ യുവൻറ്റസും ഉണ്ട്, ലോൺ പ്ലസ് ഓപ്ഷൻ ടു ബൈ. അവർ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടുകയാണെങ്കിൽ അവർ സിർക്സിയെ ഒഫീഷ്യലായിട്ട് ഉറപ്പായിട്ടും വാങ്ങുന്നുള്ള ഒരിതാണ്. അപ്പോൾ ആർക്ക് കൊടുക്കും ഒന്നും അറിയത്തില്ല. പിന്നെ അടുത്ത ഒരു ട്രാൻസ്ഫർ റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാഷ്ഫോർഡിൻ്റെത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ പോകാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യതകളും കാണുന്നില്ല. കാരണം പുള്ളി ഇപ്പം 3 ബിഡാണ്, സൗദിയിൽ നിന്ന് വന്ന ബിഡുകളാണ് റിജക്റ്റ് ചെയ്തത്. ബട്ട് എമൗണ്ട് നമുക്ക് കുറച്ച് നഷ്ടമാണ്, 35 മില്യൺ എങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 3 പുള്ളിക്കാരൻ തന്നെ സൗദി റിജക്റ്റ് ചെയ്തു, നമ്മളല്ല, പുള്ളി തന്നെ റിജക്റ്റ് ചെയ്തു, ഞാൻ സൗദിയിലേക്ക് ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയി, കസമേറോയുടെ ന്യൂസിൽ പറയാൻ വിട്ടുപോയി. പുള്ളിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ റാഷ്ഫോർഡിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. പുള്ളി ഒരു ദ സൺ പിക്ചർ, അതായത് അവരുടെ പേപ്പർ ന്യൂസിൻ്റെ ഒരു കട്ടിങ് വെച്ചിട്ട് എല്ലാം ഫേക്ക് ന്യൂസുകളാണ്. കാരണം അവൻ ഇങ്ങനെ അമോറിയുമായിട്ട് അടിയാണ്, അവൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അതായിരുന്നു ചിത്രം, അതായത് പേപ്പർ ന്യൂസ് കൊടുത്തത്. പക്ഷെ അവൻ അതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം മീഡിയാസിൻ്റെ റിപ്പോർട്ടുകൾ മാത്രമാണ്, ഞാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു 3 ഡോട്ട്സ്, അങ്ങനെ ഒരു വേർഡിങ് ചെയ്തിട്ട് ഒരു 3 ഡോട്ട്സ്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവൻ എവിടെയും പോകാൻ പോകുന്നില്ല, അവൻ ഇവിടെ തന്നെ കാണും. ഇന്ന് നോക്കുമ്പം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, സൗദിയിൽ നിന്ന് വന്ന 3 ബിഡും അവർ റിജക്റ്റ് ചെയ്തു. ഫാബ്രീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റാഷ്ഫോർഡിൻ്റെ കാര്യം. 3 ബിഡും റിജക്റ്റ് ചെയ്ത് അവൻ ഇവിടെ തന്നെ ഇതാക്കാൻ പോവാണ്. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ അമോറിംസ് കോൾ. അവനെ അമോറിം കോൾ ചെയ്യാൻ തയ്യാറാണ്, അവനൊന്ന് കളിച്ച് കാണിക്കട്ടെ. അവൻ കളിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവനെ ആരാണ് കോൾ ചെയ്യില്ല എന്ന് പറയുന്നത്? അവൻ കളിക്കാത്തത് കൊണ്ടാണല്ലോ അവൻ ഈ ഒരു അവസ്ഥയിൽ പെട്ടത്. ശരിക്കും അവൻ കളിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, അവൻ ആ പ്രൈം നമ്മുടെ ആ 2022-21-22 സീസണിൽ കളിച്ച പോലത്തെ റാഷ്ഫോർഡ് വരട്ടെ.
അല്ലാതെ ഗേൾ ഫ്രണ്ട് വരുമ്പോൾ മാത്രം നല്ല കളി കളിക്കുക, അതില്ലെങ്കിൽ കളിക്കുകയില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു പ്ലെയർ നമുക്ക് വേണ്ടല്ലോ. പിന്നെ അടുത്ത ട്രാൻസ്ഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറനാച്ചോൻ്റെ അങ്ങനെ കൂടുതലായിട്ടില്ല. ആസ് യൂഷ്വൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച 1 വീക്ക് 2 വീക്സ് ഓൾഡായി അതിപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് 60 മില്യൺ എങ്ങാനാണ് പറയുന്നത്. പക്ഷേ അത് അങ്ങനെ ഇതായിട്ടില്ല. പക്ഷേ ഇപ്പം മലാഷിയയുടെ നല്ലൊരു സ്ട്രോങ് റൂമർ ജാനുവരിയിൽ വന്നിട്ടുണ്ട്. ആരായിരുന്നു അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെപ്പോളി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നെപ്പോളിയാണ് യുവൻ്റസാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നെപ്പോളി തന്നെയാണ് ഡാനിയിലോടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മളെ ഇവനെ നോക്കുന്നുണ്ട്, മലാഷിയനെ നോക്കുന്നുണ്ട്. അതാണെങ്കിൽ നമുക്ക് നല്ലത് തന്നെയാണ്. നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു മലാഷിയ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ന്യൂനോ മെൻഡസിനെ കൊണ്ടുവരാൻ പറ്റും. കാരണം ആ ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. പിന്നെ FFP റൂൾസും കാര്യങ്ങളൊന്നും, പിന്നെ പേയ്മെൻറ്റ് പൈസയാണ്. ഇനിയോസ് പൈസ ഇറക്കണം മിക്കവാറും. ഇതിപ്പോൾ റൂബിൻ അമോറിയുമ്പോൾ തന്നെ തൻ്റെ കീശേന്ന് പൈസ എടുത്ത് ഇട്ടിറങ്ങിയാലേ പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണുള്ളത്. കാരണം ഇവന്മാർ ഇപ്പോഴും പറയുന്നത് എൻ്റെ കയ്യിൽ 5-ൻ്റെ പൈസ ഇല്ല എന്നാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുടിയാന്നല്ലാണ്ട് ക്ലബ്ബ് രക്ഷപ്പെടുന്നില്ല. മുടിഞ്ഞ് പണ്ടാരടങ്ങാൻ മാത്രമേ ചെയ്യത്തുള്ളൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും വിൻ്റർ ട്രാൻസ്ഫർ ഒഫീഷ്യലി ഓപ്പൺ ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ റൂമേഴ്സ് അല്ലാതെ നല്ല രീതിയിൽ ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 3 പ്ലെയേഴ്സ് എങ്കിലും, സ്ട്രൈക്കർ, ലെഫ്റ്റ് ബാക്ക്, ഒരു മിഡാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിൽ മിഡ് വന്നില്ലെങ്കിലും പ്രശ്നമില്ല. ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക് ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു പ്രോപ്പർ സ്ട്രൈക്കർ, അതിലാരെങ്കിലും ആ 2 സൈനിങ്സ് എങ്കിലും ഒന്ന് നടത്താൻ പറ്റുകയില്ല. അതിപ്പം ഗ്യോക്കോറസ് ആയിക്കോട്ടെ, വിക്ടർ ഒസിമേൻ ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഗ്യോക്കോറസിനെ സമ്മറിലെങ്കിൽ എങ്ങനെയെങ്കിലും പൊക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ വിൻ്ററിലൊരു സ്ട്രൈക്കർ, അത് ഒസിമേനെങ്കിൽ ഒസിമേൻ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ആ ന്യൂനോ മെൻഡിസ് ഇല്ലെങ്കിൽ കിർക്കസിൻ്റെതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിർക്കസിൻ്റെ അവസ്ഥ. പക്ഷേ വിൻ്ററിൽ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ ന്യൂനോ മെൻഡിസിന് വിൻ്ററിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള സെയിൽ ഈ സൈഡിൽ നിന്ന്, നമ്മുടെ സൈഡിൽ നിന്ന് നടത്തിയാൽ മാത്രമേ അത് നടക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും ദിവസങ്ങളിൽ ഹോട്ട് ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് വരുന്നതായിരിക്കും. അതുവരെക്കും ബൈ.